ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. രാഹുലിന്റെ ജാമ്യ ഹർജി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് ശേഷം പരിഗണിക്കാമെന്ന് തിരുവല്ല JFCM കോടതി അറിയിച്ചു. കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള പോലീസിന്റെ അപേക്ഷ നാളെ പരിഗണിക്കും. രാഹുലിനെ നാളെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. രാഹുലിനെതിരായ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. പേരുകളുമായി ലിജോ റോളൻസും സിജോ വി ജോണും ചേരുന്നുണ്ട്. ആദ്യം ലിജോയിലേക്ക്. ലിജോ, എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? ധന്യ, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഇന്ന് രാഹുലിനെ സംബന്ധിച്ച കേസുകൾ വന്നത്. ആദ്യം രാവിലെ പരിഗണിച്ച സമയത്ത് അത് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അവസാന കേസായി പരിഗണിച്ചപ്പോൾ തന്നെ ആദ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അറിയിച്ചു കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, കസ്റ്റഡി അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്ഷൻ വാറന്റ് കോടതി നൽകുകയും ചെയ്തു. എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി എന്നുള്ളത് നാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കിയതിനു ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ആ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഒരു തീർപ്പാക്കുന്ന സമയത്തായിരുന്നു പ്രതിഭാഗ അഭിഭാഷകൻ പറഞ്ഞത് ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്, അത് പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ തന്നെ കോടതി പറഞ്ഞത് ഇക്കാര്യമായിരുന്നു. പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോലും കോടതിയിലേക്ക് കൃത്യമായി എത്തിയിട്ടില്ല. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ജാമ്യ ഹർജി പരിഗണിക്കാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, പ്രതിഭാഗം പറഞ്ഞ മറ്റൊരു കാര്യം ഇതായിരുന്നു, പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഈ കേസ് നിലനിൽക്കില്ലെന്നും ഇത് മറ്റു പല താല്പര്യങ്ങളോടെ കെട്ടിച്ചമച്ച ഒരു കേസ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്. മാത്രമല്ല, ഇത് 2024 നടന്ന ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് പരാതിയുമായി വരുന്നത്. തുടർന്ന വാദങ്ങളൊക്കെ ഉന്നയിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കോടതി അത് തടയുകയും കോടതി പറഞ്ഞു എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്നിനി ജാമ്യ ഹർജി പരിഗണിക്കില്ല, ആദ്യം ഈ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, അതിനുശേഷം പരിഗണിക്കാം, കസ്റ്റഡി അപേക്ഷയും ഉണ്ടല്ലോ, അതിനുശേഷം അതിലൊരു തീർപ്പാക്കിയതിനു ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞത്. ഇന്ന് ഈ അഭിഭാഷകൻ അത്തരത്തിലൊരു ഉന്നയിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ഹർജി പരിഗണിച്ച് ജാമ്യം തള്ളുന്നു, ജാമ്യം നൽകുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അക്കാര്യത്തിലേക്ക് ഒരു ശ്രമം കൂടെയാണ് അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് നടത്തിയത്. നേരത്തെ തന്നെ അവർക്കറിയാം ഇവിടെ നിന്ന് ജാമ്യം ലഭിക്കില്ല അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണെന്ന് ഈ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം. കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിലൊരു തീർപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് കടക്കുക. ഈ ജാമ്യം എന്തുകൊണ്ട് വേണം എന്നുള്ളൊരു കാര്യം പ്രോസിക്യൂഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് പ്രതിയെ ഈ സംഭവം നടന്ന സ്ഥലത്ത്, തിരുവല്ലയിലെ സംഭവം നടന്ന സ്ഥലത്തൊക്കെ എത്തിച്ച് തന്നെ തെളിവെടുക്കേണ്ട ഒരു ആവശ്യവുമുണ്ട്. മാത്രമല്ല, പല ഡിജിറ്റൽ എവിഡൻസുകളും ഇതുവരെയും കണ്ടെത്താനായി അതിന്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകാത്തത് കൊണ്ട് അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അതൊക്കെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്ന ഒരു ആവശ്യം. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അത് എത്ര ദിവസം അനുവദിക്കുമെന്നുള്ളത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റ് കോടതിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ 3 ദിവസത്തിൽ കുറയാതെ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുക, ഒപ്പം തന്നെ എങ്ങനെയായിരിക്കണം ഈ തെളിവെടുപ്പ് കാര്യങ്ങളിലെന്നെല്ലാം അവരൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലിന് നേരെ ഉണ്ടായതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കിയതിനു ശേഷമായിരിക്കും നാളെ മാവേലിക്കര ജയിലിൽ നിന്നും രാഹുലിനെ തിരുവല്ല കോടതിയിലേക്ക് എത്തിക്കുന്നതും ഒപ്പം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ധന്യ, സിജോ വി ജോൺ കൂടി ചേരുന്നുണ്ട്. സിജോ, SITയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? തെളിവെടുപ്പ് ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് എന്തൊക്കെ നീക്കങ്ങളായിരിക്കും SIT നടത്തുകയെന്നാണ് മനസ്സിലാക്കുന്നത്. തെളിവെടുപ്പ് ഉൾപ്പെടെ പ്രത്യേകിച്ച് ജനപ്രതിനിധിയായിരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ എത്രത്തോളം ചലഞ്ചിങ് ആണ് ടീമിനെ സംബന്ധിച്ച്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം. പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി യാതൊരു തരത്തിലുള്ള സഹകരണം ഉണ്ടായിട്ടില്ല. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അതിലോട്ട് നിസ്സഹകരണമാണ് രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി കസ്റ്റഡിയിലെടുത്ത് ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ അന്വേഷണ സംഘം രാഹുലിൽ നിന്ന് ചോദിച്ചറിയും. അതോടൊപ്പം തന്നെ രാഹുലിനെ ഈ യുവതിയെ ബലാത്സംഗം ചെയ്ത ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ രാഹുലിന് ഈ അതിജീവതയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം അവരുടെ നഗ്നദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഈ ഫോൺ ഇതുവരെയും പിടിച്ചെടുക്കാനോ സാധിച്ചിട്ടില്ല. അത് കണ്ടെത്തേണ്ട നടപടികളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ്. തെളിവുകൾ അതൊക്കെയാണോ? അതായത് ഒന്ന് ഈ പറയുന്ന ഫോൺ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, കസ്റ്റഡിയിലെടുത്ത സമയം മുതൽ തന്നെ സഹകരണം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്യലിലും അത് തുടർന്നു. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അതായത് എന്തൊക്കെയാണ് ഡിജിറ്റൽ രേഖകൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണോ ഇനി SITക്ക് ലഭിക്കാനുള്ളത്?
ഡിജിറ്റൽ തെളിവുകൾ കുറച്ചൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതിജീവിതയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഡ്രസ്സുകളും ചെരുപ്പും വാച്ചും ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള ട്രാൻസാക്ഷൻ മുഴുവൻ നടത്തിയിരിക്കുന്നത് ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഇവരാണ് പല ഘട്ടത്തിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റ് വാങ്ങാനുള്ള ഒരു പദ്ധതിയും ഉണ്ടായിരുന്നു. താൻ ഇനി പാലക്കാട് സെറ്റിൽ ചെയ്യുകയാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങണം എന്ന് പറയുന്നു. ആ ഫ്ലാറ്റിന് പക്ഷേ കച്ചവട നടപടികളിലേക്കൊന്നും പോകാൻ സാധിച്ചില്ല. കാരണം 1 കോടിയിലധികം രൂപയാണ് അതിന് വേണ്ടി വരുന്നത്. അത്രയും തുക ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് രാഹുൽ ഇവരുമായി തെറ്റുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കുറേ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം ഈ പരാതി ലഭിച്ചതിന് ശേഷം ആദ്യം വിചാരിച്ചിരുന്നത് പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് പോവുക, അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിജീവിതയ്ക്ക് ഇത് ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോകുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടുമോ എന്നൊരു സംശയം വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ തൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമോ എന്നൊരു സന്ദേഹവും അവർക്കുണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു വോയിസ് മെസ്സേജ് അവർക്ക് അയക്കുന്നത്. അതിനുശേഷം അത് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലേക്ക് വളരെ വേഗത്തിൽ പോവുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രഹസ്യമൊഴി രേഖപ്പെടുത്താനുണ്ട്. നമ്മൾ രാവിലെ മുതൽ പറഞ്ഞതാണ്, അത് സാധാരണ രീതിയിൽ മജിസ്ട്രേറ്റ് മുന്നിൽ നേരിട്ട് ഹാജരായിട്ടാണ് നൽകുക. പക്ഷേ അതിജീവിത വിദേശത്താണ് എന്നുള്ളത് കൊണ്ടും നേരിട്ട് ഹാജരാകാനുള്ള ബുദ്ധിമുട്ടൊക്കെ അസൗകര്യമൊക്കെ ഉണ്ടെന്നുകൊണ്ട് വീഡിയോ കോൺഫറൻസിംഗ് വഴി അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെതിരെ നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്.